രാജാക്കാട് ആദിത്യപുരം കോളനി സ്വദേശി പുത്തൻപുരയ്ക്കൽ സതീഷ് തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. GB സിൻഡ്രം ബാധിച്ചിരിക്കുന്ന സതീഷിന്റെ ഒരു മാസത്തെ ചികിത്സയ്ക്ക് 80,000 രൂപയോളം ചെലവ് വരും. മാങ്കുളം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു സതീഷ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ചുമയ്ക്ക് മരുന്ന് വാങ്ങുവാൻ അടിമാലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയ സതീഷിന് ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് അസ്വസ്ഥത ഉണ്ടാവുകയും ശരീരത്തിൽ നീര് വയ്ക്കുകയും ഭാഗികമായി തളർന്നു പോവുകയും ചെയ്തു. തുടർന്ന് അടിമാലി, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. രോഗശമനം ഉണ്ടാകാത്തതിനെ തുടർന്ന് ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി. സതീഷിന് GB സിൻഡ്രോമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അവിടെ 28 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു. 13 മാസത്തെ ചികിത്സയ്ക്കിടയിൽ മാങ്കുളത്തുണ്ടായിരുന്ന സ്ഥലവും കിടപ്പാടവും വിറ്റു. ഇതിനിടയിൽ മാങ്കുളത്തും മുൻപ് താമസിച്ചിരുന്ന ആനച്ചാലിലുമുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ തുക പിരിച്ചാണ് ചികിത്സ നടത്തിയത്. പിന്നീട് ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ മാറ്റി. മരുന്നുകളും വിലപിടിപ്പുള്ള ഇഞ്ചക്ഷനും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നതിനാൽ മാങ്കുളത്തു നിന്നും രാജാക്കാട് ആദിത്യപുരം കോളനിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് താമസം മാറി. ഇപ്പോൾ മാസത്തിലൊരിക്കൽ 60,000 രൂപ ചിലവ് വരുന്ന ഇഞ്ചക്ഷനും 20,000 രൂപയുടെ മരുന്നുകളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഇഞ്ചക്ഷൻ ചെന്ന പിന്നെയാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. എന്നാൽ അറിയാവുന്നവരോട് ഞാൻ ഈ ചീട്ട് കാണിച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ് അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഗ്യാസ് കുറയാനുള്ളതാണ് ഡോക്ടർ എഴുതിയേക്കുന്നത്. പക്ഷെ ഡോക്ടറുടെ കയ്യിലിപ്പല്ല, അവിടെയുള്ള നേഴ്സുമാരാണ്. കാരണം ശരിക്കും പഠിക്കാത്ത കുട്ടികളാണ് അവിടെ. അത് അവരൊരു ലാഭം കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് അധികം ശമ്പളം കൊടുക്കണ്ട. പക്ഷെ നമുക്കത് അറിയേണ്ട ആവശ്യം, നമുക്ക് ഇതാണ് പറ്റിയത്. അത് കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ പിരിച്ച് ഇത്രയാക്കി. കിടന്ന കിടപ്പില്ലായിരുന്നു. എന്നെ അങ്ങോട്ടിട്ട് അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ടിട്ട് അതുപോലെ മരയിച്ച് മൊത്തത്തിൽ കിടക്കുമായിരുന്നു. ഒരു വർഷമായിട്ട് നമുക്ക് ഇടയ്ക്ക് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു അടിമാലിൽ. അവിടെ നിന്ന് അവർ കടം തരുമായിരുന്നു. അതൊരു തുക, നല്ലൊരു തുകയായി. അതും ആ തുകയായി കഴിഞ്ഞപ്പോഴത്തേനും അവരും മടിച്ചു. ഇപ്പം അതും നിർവാഹമില്ല. ഇപ്പം ഈ മാസം പോലും മരുന്ന് വാങ്ങണേ ഒരു നിർവാഹമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ ഇത് കണ്ട് ആരെങ്കിലും സഹായം ചെയ്താലേ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം 3 കുട്ടികൾ 9ലും 6ലും 1-ലായിട്ട് പഠിക്കുന്നു. 2 അമ്മമാരുണ്ട്, ഭാര്യ, ഞാൻ. മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കണേ ആരെങ്കിലും സഹായിക്കണം. സഹായിച്ചാൽ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നതാണ്. വൻകുടൽ മുറിച്ച് വയറിന്റെ വലതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൊളസ്ട്രോൾ ബാഗിലാണ് വിസർജ്യം ശേഖരിച്ചു കളയുന്നത്. മൂത്രം പോകുന്നതിനായി യൂറിൻ ബാഗും ഉപയോഗിച്ചിട്ടുണ്ട്. 10 കൊളസ്ട്രോൾ ബാഗിന് 9,000 രൂപ നൽകണം. ഞരമ്പുകൾക്ക് ബലക്കുറവുള്ളതിനാൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുവാൻ പറ്റില്ല. കാഴ്ചക്കുറവുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്വന്തമായി ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയും അടുത്ത നാളിൽ വിറ്റു. അടിമാലിയിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറേക്കാലം കടമായി മരുന്നുകൾ ലഭിച്ചുവെന്നും കഴിഞ്ഞ ആഴ്ച മുതൽ അതിന് മുടക്കം വന്നുവെന്നും സതീഷ് പറയുന്നു. ഭാര്യ മഞ്ജു, വയോധികയായ അമ്മ ശാന്ത, ഭാര്യാമാതാവ് അമ്മിണി, 9, 6, 1 തുടങ്ങിയ ക്ലാസുകളിൽ പഠിക്കുന്ന 3 മക്കൾ എല്ലാവരും ആദിത്യപുരം കോളനിയിലെ 2 മുറി മാത്രമുള്ള വീട്ടിലാണ് കഴിയുന്നത്. അമ്മിണി കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനവും റേഷൻ അരി ലഭിക്കുന്നതുമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ആശ്രയം. ഇനിയും സഹായം ആവശ്യപ്പെടുമെന്നോർത്ത് പല സുഹൃത്തുക്കളും ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ലത്രേ. ജോലി ചെയ്യാൻ സാധിക്കുന്നതുവരെയുള്ള ചികിത്സാ ചിലവുകൾ നടത്താനുള്ള തുക കണ്ടെത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് സതീഷിന്റെ കുടുംബം. സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്ക് മാങ്കുളം ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണമെന്ന് കുടുംബം അഭ്യർത്ഥിക്കുന്നു.